മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരാണിങ്ങനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ്. സ്ത്രീ പീഡന കേസിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരാതി വന്നതിനെ തുടർന്ന് പാർട്ടി നടപടിയെടുത്ത ഒരു നേതാവ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ സെക്രട്ടറിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയെ കുടുക്കാൻ കഴിയുന്ന പലതും ഉണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു കഴിവുകെട്ട തീരുമാനത്തിൻ്റെ ഉടമയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചതാകാനാണ് സാധ്യത. ആഭ്യന്തര വകുപ്പ് കൈക്കൊള്ളുന്ന പല മണ്ടൻ തീരുമാനങ്ങളും ഈ പി ശശിയുടെ ബുദ്ധിയില്ലായ്മയിൽ നിന്നും പുറത്തു വരുന്നതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ പ്രതിരോധത്തിലാകുക മാത്രമാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ ശബരിമല വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത്. പ്രമുഖർ പലരും സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തെളിവുകൾ ലഭിക്കുമ്പോഴും അതിനെ മൂടിവെക്കാനാണ് ശശിയുടെ നിർദ്ദേശം. പല പ്രമുഖരെയും ചോദ്യം ചെയ്യണ്ട എന്ന് വെക്കുന്നതും മെല്ലെപ്പോക്ക് സ്വീകരിക്കുന്നതുമെല്ലാം ശശിയുടെ നിർദ്ദേശപ്രകാരമാണ്. പക്ഷെ അതെല്ലാം പൊക്കിയെടുക്കുന്ന ഹൈക്കോടതി നല്ല പ്രഹരമാണ് പാർട്ടിക്ക് നൽകുന്നത്. ഇതെല്ലാം മുഖ്യമന്ത്രിക്കാണ് തിരിച്ചടിയാകുന്നത്. ഇപ്പോഴിതാ വെറും ഒരു ഫോട്ടോയുടെ പേരിൽ, അതും 2012 ശബരിമലയിലെ MLA ആയിരുന്ന അടൂർ പ്രകാശ്, ശബരിമലയിലെ കീഴ്ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിന്നിട്ടുള്ളൊരു ചിത്രം വെച്ച് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ നിർബന്ധിക്കുന്നതും ഇതേ പി ശശി തന്നെയാണ്. ശശിക്ക് നന്നായി അറിയാം ഈ കള്ളത്തരങ്ങളെല്ലാം ആരംഭിച്ചത് ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം. അതായത് 2016, 18, 19 കാലയളവിലാണ് സ്വർണമെല്ലാം ശബരിമലയിൽ നിന്ന് കടത്തിയത്. എന്നിട്ടും പഴയ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അത് പി ശശിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ആ തന്ത്രമെല്ലാം പാളുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ പരസ്യമായി അടൂർ പ്രകാശിന് നോട്ടീസ് നൽകാനുള്ളൊരു ധൈര്യം ഇതുവരെ SITക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചാനലിൽ വാർത്ത കൊടുത്ത് അനാവശ്യ വിവാദമുണ്ടാക്കുന്നതല്ലാതെ ഇത് SITക്ക് തന്നെ താല്പര്യമുള്ള ഒരു സംഭവമേ അല്ല. അറിയാവുന്ന കാര്യങ്ങൾ എവിടെയും മൊഴി നൽകാൻ തയ്യാറായി നിൽക്കുന്ന അടൂർ പ്രകാശ് പി ശശിയെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇത്തരമൊരു കള്ളവാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയതെന്നും അടൂർ പ്രകാശ് വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിക്കാണ് യഥാർത്ഥത്തിൽ നാണക്കേടായത്. ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് ലഭിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം SITക്ക് മുന്നിൽ പറയുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നു. ഇതൊരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന ആ സംഘങ്ങളുടെ കൂട്ടുകച്ചവടത്തെക്കുറിച്ച് വരെ ഒരുപക്ഷെ അടൂർ പ്രകാശ് പറയാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉണ്ടാക്കിയ പുതിയ പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ നാടകം. കടകംപള്ളിയെയും ശങ്കർദാസിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ ഏത് നിമിഷവും ഉണ്ടാകും എന്നുറപ്പിക്കുമ്പോൾ അത് CPMന് വലിയ ക്ഷീണമാകും എന്നുറപ്പായതോടെയാണ് UDF കൺവീനറെ ഒരു ഫോട്ടോയുടെ പേരിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ ശശിയുടെ ഈ ബുദ്ധി CPMനെ വലിയ പ്രതിസന്ധിയിലാണ് കൊണ്ടെത്തിക്കുന്നത്. അടൂർ പ്രകാശിനെ അകാരണമായി ഉപദ്രവിച്ചാൽ ഇതുവരെ മിണ്ടാതിരുന്ന കോൺഗ്രസും UDFും അതിശക്തമായി ഇടപെടും. കാരണം അദ്ദേഹം UDFിൻ്റെ കൺവീനറാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ കൈകടത്തി വിഡ്ഢിത്തങ്ങൾ ചെയ്തു വെക്കാനുള്ള ഒരാളായി പി ശശി മാറുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ശക്തിയും ധൈര്യവുമാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, മുഖ്യമന്ത്രി കുറച്ചു മാസമായി ആകെ അസ്വസ്ഥനാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹം. അതാണ് ഈ പി ശശിയുടെ അനാവശ്യ ഇടപെടൽ കൊണ്ടുണ്ടായ മാറ്റം.